ഹലോ ആൾ നമുക്കറിയാം ബോർഡ് എക്സാമുകളുടെ സമയമാണ്. CBSEയുടെ 10th-ൻ്റെയും +2-ൻ്റെയും ഒക്കെ ബോർഡ് എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ CBSEയുടെ 10th മാത്തമാറ്റിക്സ് കഴിഞ്ഞു, +2 ഫിസിക്സ് കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ സമയത്ത് ഒരുപാട് കുട്ടികളുടെയും പാരൻസിൻ്റെയും റെസ്പോൺസുകൾ യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാനിടയായി. അത് എസ്പെഷ്യലി 10th-ൻ്റെ CBSE മാത്തമാറ്റിക്സിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ് കുട്ടികൾ ഉന്നയിച്ചത്. അപ്പോൾ നമ്മൾ എന്താണ് ആ പ്രശ്നമെന്നും അതിനുള്ള സൊല്യൂഷൻസ് എന്താണ് ആക്ച്വലി സംഭവിച്ചതെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കറിയാം CBSE ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല എക്സാം നടത്തുക. രാജ്യത്തിൻ്റെ പല റീജിയൻസിൽ പല ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉണ്ടാവാറുണ്ട്. ഔട്ട്സൈഡ് ഇന്ത്യ വേറെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും ഡിഫിക്കൽട്ടി ലെവലിൽ വ്യത്യാസങ്ങൾ വരാറുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഈ 2026 എക്സാം നോക്കുന്ന സമയത്ത് ഏറ്റവും വലിയ പ്രശ്നം ഡിസ്പാരിറ്റി ഇൻ പേപ്പർ ഡിഫിക്കൽട്ടി തന്നെയാണ്. അതായത് ചില സെറ്റിൽ എഴുതിയ കുട്ടികൾക്ക് കുഴപ്പമില്ലാത്തൊരു മോഡറേറ്റ് പേപ്പർ കിട്ടി, എന്നാൽ ചില സെറ്റിൽ എഴുതിയ കുട്ടികൾക്ക് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള പേപ്പർ കിട്ടി. ഒരു രീതിയിലും സോൾവ് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ മാത്തമാറ്റിക്സിൽ ഒരു 10th ലെവലിലുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫിക്കൽട്ടായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പറുകൾ സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ പെർസെൻറ്റേജ് സിസ്റ്റമാണ് നമ്മുടെ A1 A2 എന്ന് പറയുന്ന ഗ്രേഡ് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മേ ബി നോർമലൈസ് ചെയ്യുന്നുണ്ടാവും. പെർസെൻറ്റേജ് സിസ്റ്റത്തിൽ ടഫ് ആയാൽ എല്ലാവർക്കും ടഫ് ആകും എന്നൊക്കെ അറിയാം. പക്ഷേ ബോർഡ് എക്സാമിൽ ഒരിക്കലും കുട്ടികൾ എന്ത് ചെയ്യില്ല, ഈ ലെവലിലുള്ള ഒരു ഡിഫറൻസോ ഈ ലെവലിലുള്ള പേപ്പർ എക്സ്പെക്ട് ചെയ്യില്ല. അവർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും അതുപോലെ തന്നെ സ്കൂളിലെ പ്രിപ്പറേഷനൊക്കെ ആയിട്ട് കുട്ടികൾ ബോർഡ് എക്സാമിന് പോകുന്ന സമയത്ത് കാണുന്നൊരു കാഴ്ച, എക്സ്ട്രീംലി ഡിഫിക്കൽട്ടായിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നു കഴിഞ്ഞാൽ അവരുടെ മാർക്കിന് അത് നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. അത് ഓട്ടോമാറ്റിക്കലി അവരുടെ ഗ്രേഡിനെ മേ ബി അഫക്റ്റ് ചെയ്തേക്കാം. ആൻഡ് ഇനി അങ്ങോട്ടുള്ള എക്സാമുകൾക്ക് വേണ്ടി പഠിക്കാനുള്ളൊരു കോൺഫിഡൻസും താല്പര്യവും കുട്ടികളിൽ ചിലപ്പോൾ നഷ്ടപ്പെടുത്തിയേക്കാം. നമുക്കറിയാം JEE പോലുള്ള എക്സാമുകൾ, കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാമുകളെല്ലാം ടഫാണെന്നുള്ളത് നേരത്തെ എല്ലാവർക്കും അറിയാം. എന്നാൽ ബോർഡ് എക്സാമുകളിൽ ഒബ്വിയസ്ലി CBSEയുടെ ബോർഡ് എക്സാമുകൾ മേ ബി സ്റ്റേറ്റ് സിലബസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് എക്സാമുകളാണ് വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനേക്കാളൊക്കെ മുകളിൽ കയറിയിട്ടാണ് പലപ്പോഴും ഇത് ചെയ്തിട്ടുള്ളത് ഈ വർഷത്തെ പല സെറ്റിലെ ക്വസ്റ്റ്യൻസും എന്ന് നമുക്ക് മേ ബി പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പോകുന്ന നേരം കുട്ടികൾ ഒരുപാട് പേരെന്ത് ഈ ഒരു ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പേപ്പർ ഡിഫിക്കൽട്ടി തന്നെയാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പെർട്ടിക്കുലർ സെറ്റ് എഴുതിയ കുട്ടികൾ നന്നായിട്ട് കഷ്ടപ്പെട്ടു എന്നുള്ളതിനാണ് പറയാൻ സാധിക്കുന്നത്. ആൻഡ് ഡിസ്പാരിറ്റി വാസ് പ്രോമിനൻ്റ്ലി സീൻ ഇൻ ക്ലാസ് 12 ഫിസിക്സ് ആൻഡ് ക്ലാസ് 10 മാത്തമാറ്റിക്സ് റീസെൻ്റ്ലി. എസ്പെഷ്യലി 10th-ൻ്റെ മാത്തമാറ്റിക്സിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധം കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഒരു ബോർഡ് എക്സാം ആകുമ്പോൾ എല്ലാ സെറ്റിൻ്റെയും ഡിഫിക്കൽട്ടി ലെവൽ ചെറിയ വേരിയേഷൻസ് എന്തായാലും ഉണ്ടാകും. പക്ഷേ ഇത്രയും വലിയ വേരിയേഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ എക്സാം എഴുതിയ കുട്ടികൾക്ക് അത് തീർച്ചയായിട്ടും എന്താണ് ഭയങ്കര ഡിസഡ്വാൻറ്റേജ് ആണ്. ഇൻ ടേംസ് ഓഫ് ഇനി അങ്ങോട്ടുള്ള പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ തന്നെ കുട്ടികൾക്ക് ഇല്ലാതായി പോകും. അതുപോലെ തന്നെ +2-ൻ്റെ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പല ക്വസ്റ്റ്യൻസും ഒരു JEE ലെവൽ ക്വസ്റ്റ്യൻസ് വരെ ഉണ്ടായിരുന്നു. നമുക്ക് പറയാം കഴിഞ്ഞ വർഷവും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഈ വർഷം അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡൈസേഷൻ അതുപോലെ തന്നെ ഈ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ത് ചെയ്യും, ഒരുപാട് കുട്ടികൾക്ക് ചിലപ്പം ക്രിയേറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇത് ഒരു ഇക്വാലിറ്റി, അതായത് എല്ലാവരും സെയിം സിലബസ് പഠിച്ചിട്ടാണ് എക്സാം എഴുതാൻ പോകുന്നത്. ചില കുട്ടികൾ ഈസി എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി വരുന്നു, ചില കുട്ടികൾ എക്സ്ട്രീംലി ടഫാണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി വരുന്നു. അപ്പോൾ ഇവിടെ പ്രശ്നം വരുന്നത് +2-ൻ്റെ ആനുവൽ എക്സാമിൻ്റെ മാർക്ക് എടുത്തിട്ടാണ് കീമിനൊക്കെ ആഡ് ചെയ്യാൻ പോകുന്നത്. അതും കീമിൻ്റെ നോർമലൈസേഷൻ മെത്തേഡ് ഈ വർഷം മുതൽ ചേഞ്ച് ചെയ്യുകയാണ്. അബ്സലൂട്ട് മാർക്കുകൾ മേ ബി എന്ത് ചെയ്യും, കീമിന് ആഡ് ചെയ്യപ്പെട്ടേക്കാം. അതുകൊണ്ട് ഈ ടഫ് പേപ്പർ എഴുതിയ കുട്ടികൾക്ക്, കഷ്ടപ്പെട്ട് മാർക്ക് വാങ്ങിയ കുട്ടികൾക്ക് എന്ത് ചെയ്യും, അത് വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് മാറും. കാരണം അത് ടോപ്പറുടെ മാർക്ക് വെച്ചിട്ടാണ് കീമിലൊക്കെ എന്ത് ചെയ്യുന്നത്, നോർമലൈസ് ചെയ്യാൻ പോകുന്നതെന്ന് കേട്ടു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോപ്പേഴ്സായിട്ട് ഒരാൾ മേ ബി എല്ലാ സെറ്റിലും എന്തുണ്ടാകും, 100 ഔട്ട് ഓഫ് 100 വാങ്ങിയ ആളുകളോ അല്ലെങ്കിൽ 98 വാങ്ങിയ ആളുകളൊക്കെ എല്ലാ സെറ്റിലും ഒരാളുണ്ടാവും, ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പോൾ അയാളുടെ മാർക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ ടഫ് പേപ്പറൊക്കെ എഴുതിയ കുട്ടികൾ എന്ത് ചെയ്യും, കീമ് പോലുള്ള എക്സാമിലൊക്കെ കഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ക് ഓഫ് ദ ഡ്രോ എന്ന് പറയുന്ന പോലെ നമ്മൾ ഏത് സെറ്റിൽ പെടുന്നു എന്നുള്ളത് നമ്മൾ അറിയാത്തൊരവസ്ഥയാണ്. ആക്ച്വലി JEE മെയിൻ ഇങ്ങനെയാണ്, 10 ഷിഫ്റ്റിലും 10 ഡിഫിക്കൽട്ടി ലെവലാണ്. പക്ഷേ അത് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും എക്സ്പെക്റ്റഡ് ആണ് JEE മെയിൻ ടഫ് ആണെന്നുള്ളതും ലെങ്തി ആണെന്നുള്ളതും പല പേപ്പർ ഇങ്ങനെ തന്നെയാണ് വരിക എന്നുള്ളത് നേരത്തെ അറിയുന്ന കാര്യമാണ്. അതൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. പക്ഷേ ഒരു ക്വാളിഫയിങ് എക്സാം ആയിട്ടുള്ള CBSEയുടെ 10th and 12th ഈ രൂപത്തിലേക്ക് മാറ്റേണ്ട ഒരു ആവശ്യം ഇല്ല. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. കുട്ടികളുടെ കോൺഫിഡൻസ് ഇതെന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ്ലി നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് സംഭവിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള നോർമലൈസേഷൻ സംഭവിച്ചിരിക്കണം. ടഫായിട്ടുള്ള പേപ്പറിൽ കുറഞ്ഞ മാർക്ക് കിട്ടിയ കുട്ടികൾക്കും നല്ല ഗ്രേഡ് കിട്ടാനൊരു അവസരം ഉണ്ടായിരിക്കണം. ആൻഡ് ലീനിയൻറ്റ് ക്രൈറ്റീരിയ, ഇവാലുവേഷൻ കുറച്ചുകൂടെ എന്താക്കണം, ലീനിയൻ്റ് ആക്കണം എന്നുള്ളതാണ് അടുത്തത്. അതുപോലെ ഗ്രേസ് മാർക്കുകൾ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, ഈ ഒരു പേപ്പർ ഡിസ്പാരിറ്റി ഒരു പരിധിവരെ സോൾവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. സോ ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കേണ്ടത് എഡ്യൂക്കേറ്റേഴ്സ് ആൻഡ് അഡ്വക്കേറ്റ്സ്. കുറച്ച് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, മേ ബി കോർട്ടിൽ വരെ പോകാൻ സാധ്യത ഉണ്ടെന്നാണ് പല ന്യൂസുകളും കാണാൻ സാധിക്കുന്നത്. കുട്ടികളും പാരൻസും ഇനി അങ്ങോട്ട് ഹോപ്പ്ഫുൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം. കാരണം നമുക്ക് ഇനിയും എക്സാമുകൾ എഴുതാനുള്ളതാണ്. സോ ഡു നോട്ട് വേസ്റ്റ് യുവർ ടൈം വെറിയിങ് ഓവർ പാസ്റ്റ് പേപ്പേഴ്സ്. മുന്നത്തെ പേപ്പറുകളെ കുറിച്ച് ആലോചിച്ച്, പഴയ എക്സാമുകളെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് സമയം കളയരുത്. തീർച്ചയായിട്ടും ഒരുപാട് വിഷമം ഒരുപാട് കുട്ടികൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് ബുക്കുകൾ റെഫർ ചെയ്ത്, ഒരുപാട് PYQs ഒക്കെ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പോയ കുട്ടികൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് തൊട്ട് നോക്കാൻ പോലും പറ്റാത്ത അത്രയും ഡിഫിക്കൽട്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ആത്മാർത്ഥമായിട്ട് പഠിച്ചു പോയിട്ടും CBSEയുടെ എക്സാം ഈ ലെവലിലേക്ക് മാറിക്കഴിഞ്ഞാൽ കുട്ടികൾ ഒബ്വിയസ്ലി എന്ത് ചെയ്യും, അവരുടെ കോൺഫിഡൻസ് താഴെ പോകും. ഒരു എൻട്രൻസ് എക്സാമിന് നോക്കി കാണുന്ന പോലെ അല്ല
കുട്ടികൾ എന്ത് ചെയ്യുന്നത്, സ്കൂളിലെ ആനുവൽ എക്സാമിനെ നോക്കി കാണുന്നത്. അപ്പോൾ കുട്ടികളും പാരൻസും എല്ലാവരും ഒരുമിച്ചിരിക്കേണ്ട ഒരു സമയമാണ്. ഇനി അങ്ങോട്ടുള്ള എക്സാമുകൾ നന്നായിട്ട് പഠിക്കുക. ആൻഡ് ഈ ഒരു പ്രശ്നം ഇനി അങ്ങോട്ടുള്ള സബ്ജക്റ്റുകളിൽ ഉണ്ടാവില്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. ഉണ്ടായാൽ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലീനിയൻ്റ് ആയിട്ടുള്ള ഇവാലുവേഷനിലൂടെയും അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള നോർമലൈസേഷനിലൂടെയും നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഗ്രേഡിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പറയുന്നു. മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഈ ഒരു എക്സാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ബോർഡ് എക്സാമുകളെ കുറിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.